മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി ആന്റണി. നേരിട്ട് ചരിത്രം പറയുന്ന കൃതികൾ മലയാളത്തിൽ ചുരുക്കമാണ്. എന്നാൽ പടപ്പാട്ടുകൾ എന്ന പേരിൽ ചരിത്ര വിവരണം നടത്തുന്ന കൃതികൾ പലതുണ്ടായിരുന്നിരിക്കാൻ ഇടയുണ്ട്. 17-ാം നൂറ്റാണ്ടിൽ രചിച്ചതായി കരുതേണ്ട പടപ്പാട്ട് എന്ന കൃതി ആദ്യം അച്ചടിയിലെത്തിയത് 1924 മഹാകവി ഉള്ളൂർ പരമേശ്വരയ്യർ ആയിരുന്നു പ്രസാധകൻ. നേരിട്ട് ചരിത്രകഥനം നടത്തുന്ന കൃതികളായി നമുക്ക് കിട്ടിയതിൽ മുൻനിൽക്കുന്ന രചനകളാണ് പടപ്പാട്ടും മാങ്കോദ്ധാരണവും. ഇവ രണ്ടും കിളിപ്പാട്ടുകളാണ്. പടപ്പാട്ടിൻ്റെ ആരംഭത്തിൽ തന്നെ അതിൻ്റെ കാവ്യരൂപ സ്വഭാവം വെളിവാക്കുന്നുണ്ട്. കൽപ്പകവൃക്ഷത്തിൻ്റെ ശില്പമാം കൊമ്പുതന്മേൽ കൽപ്പിതമായ കൂട്ടിൽ വസിക്കും കിളിപ്പെണ്ണെ, കെൽപ്പൊടന്നരികിരി പാൽപ്പഴം തരാൻ നിനക്ക്, ഉൾപ്പൂവിൽ തെളിവോളം ചൊല്ലൊരു വിശേഷത്തെ എന്ന തുടക്കത്തിൽ നിന്ന് തന്നെ കിളിയെക്കൊണ്ട് കഥ പറയിക്കുന്ന കിളിപ്പാട്ട് എന്ന കാവ്യരൂപത്തെയാണ് കവി ഉപജീവിക്കുന്നത് എന്ന് വ്യക്തമാകുന്നു. കുംഭഞ്ഞി കൊച്ചിക്കോട്ട പോരതിൽ പിടിപ്പതിനമ്പോടെ മുമ്പുണ്ടായ ബന്ധം ഞാൻ ചൊല്ലിയിടുവൻ എന്ന് കവിതയുടെ ആഖ്യാന ലക്ഷ്യം തുടക്കത്തിലേ വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ കുംഭഞ്ഞി എന്ന് പരാമർശിക്കുന്നത് ഡച്ച് കമ്പനിയെയാണ്. യുദ്ധത്തിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി കൊച്ചിക്കോട്ടയിൽ ആധിപത്യം നേടുന്നതിനു മുമ്പേ കൊച്ചി രാജകുടുംബത്തിലുണ്ടായ അന്തഛിദ്രങ്ങളെയും അവയുടെ ഫലങ്ങളെയും വിവരിക്കുകയാണ് കാവ്യത്തിൻ്റെ ലക്ഷ്യം. കാവ്യ ഭംഗിയേക്കാളുപരി വസ്തുതാവിവരണമാണ് ഇവിടെ പ്രധാനം. എന്നാൽ രചനാഭംഗിയുള്ള പല ഭാഗങ്ങളും കാവ്യത്തിലുണ്ട്. 6 പാദങ്ങളായിട്ടാണ് കൃതിയുടെ രചന. 1-ാം പാദത്തിൽ കൊച്ചി രാജകുടുംബത്തിലെ മൂത്ത താവഴി, ഇളയ താവഴി, മുരിങ്ങൂർ, ചാഴിയൂർ, പള്ളുരുത്തി എന്നീ 5 താവഴികളുടെ വിവരണവും അവ തമ്മിലുണ്ടായ ദത്തുബന്ധങ്ങളും അവ മൂലമുണ്ടായ കലഹങ്ങളും വിവരിക്കുന്നു. ഡച്ചുകാരുടെ സഹായത്തോടെ പെരുമ്പടപ്പ് സ്വരൂപം കൊടുങ്ങല്ലൂർ കോട്ട പിടിച്ചതിൻ്റെ വിവരണമാണ് 2-ാം പാദം. 3-ാം പാദത്തിൽ മട്ടാഞ്ചേരിയിൽ നടന്ന യുദ്ധത്തിൻ്റെ വിവരണം നടത്തുന്നു. വീരകേരളവർമ്മ ഡച്ച് ഗവർണറെ കണ്ട് വിവരങ്ങൾ ധരിപ്പിക്കാൻ കൊളംബിന് അഥവാ കൊളംബോയിലേക്ക് പോകുന്നത് മുതലുള്ള സംഭവങ്ങളുടെ വിവരണം നടത്തുന്നു 4-ാം പാദം. 5ഉം 6ഉം പാദത്തിൽ കൊടുങ്ങല്ലൂർ കോട്ടയ്ക്ക് വേണ്ടി നടന്ന യുദ്ധം തന്നെയാണ് വർണ്ണനാവിഷയം. കൊച്ചിയും ഡച്ചുകാരും ഒരു വശത്തും പോർച്ചുഗീസുകാരും സാമൂതിരിയും മറുവശത്തുമായി അണിനിരന്ന യുദ്ധം. ഏതാണ്ട് നിഷ്പക്ഷതയോടെ ചരിത്രാഖ്യാനം നടത്തുന്ന ഈ കൃതിയുടെ കർത്താവ് ആര് എന്ന് അറിയാനാവുന്നില്ല. കൃതിയുടെ ഏറിയ ഭാഗവും യുദ്ധ വിവരണങ്ങളാണ്. അതിൻ്റെ സ്വഭാവം സൂചിപ്പിക്കാൻ ഏതാനും വരികൾ ഉദ്ധരിക്കാം. പരന്നുടൻ വരും പെരുമ്പട കണ്ടോ, ചിരിച്ചിണക്കമായി വരുന്ന ലന്തകൾ, മുതിർന്നെന്നെ പിടിപ്പെടുന്നതിന് മുമ്പേ കൊടുപ്പിനുണ്ട കൊണ്ടുടനുടനെന്ന് കടുക്കവേ കെട്ടു നടന്നു നായന്മാർ, ഒരുത്തൻ്റെ മീതെ ഒരുത്തൻ വീഴുന്നു, ഒരുത്തനെ വിളിച്ചൊരുത്തൻ പായുന്നു, പൊടികളും പുക പെരുകുന്നു നന്നായി, പടകളും 2 പുറത്തും ചാകുന്നു. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും